പക്ഷെ ഇവന്റെ കഴിവെന്ന് പറഞ്ഞ അപാരം തന്നെയാണ്. ഭയങ്കര സ്മാർട്ടാണ്. ഈ വീഡിയോ കണ്ടിട്ട് ഈ പയ്യന്റെ നമ്പറും കാര്യങ്ങളെല്ലാം എൻ്റെ ഉണ്ട്. എല്ലാവർക്കും TV ഷോയിലും അവതരിപ്പിക്കണമെങ്കിൽ ബെസ്റ്റ് ഓപ്ഷൻ ആണ്. സൂപ്പർ പയ്യനാണ്. ഇതാണ് അവന്റെ വീട്. ഇവരുടെ കഥ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ചെറിയ പിള്ളേര്, ഈ പിള്ളേർ ആരും പഠിക്കാൻ പോകണില്ല. ഇവർക്ക് എഡ്യൂക്കേഷൻ ഇല്ല. ഇവിടെ ടീച്ചേഴ്സ് ഇല്ല, ഒന്നുമില്ല. സങ്കടമുണ്ട്, സത്യം പറഞ്ഞ സങ്കടമുണ്ട്. ഇതാണ് ഇവരുടെ വീട് വരുന്നത്. ഇവരുടെ വീടിന്റെ അവസ്ഥ ഒന്ന് നോക്കി നിങ്ങൾ. സർക്കാർ സ്കൂളിൽ അവിടെ ഫ്രീ അല്ലേ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് കേൾക്കണം. കേരളത്തിന്റെ മഹത്വം മനസ്സിലാക്കണമെങ്കിൽ ഇതൊന്നും നോക്കിയാൽ മതി. ഇവർക്ക് റെസ്പെക്റ്റ് എന്താണ് അതൊന്നും പഠിപ്പിച്ചു കൊടുക്കാത്ത ടീച്ചേഴ്സ് ആണെന്നാണ് ഇവർ പറയണത്. പൈസ ഉള്ളവന് ഇവിടെ പഠിക്കാം, പൈസ ഇല്ലാത്തവന് പഠിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഉള്ള അവസ്ഥയിൽ ജീവിക്കുന്ന പിള്ളേരാണ് ഇവർ മൊത്തം. അപ്പൊ നമ്മൾ ഉള്ളിലേക്ക് കയറിയപ്പോഴേ എന്താ ഇതിന്റെ കൺസ്ട്രക്ഷൻ. ഞങ്ങൾ ഗൂഗിൾ മാപ്പ് വെച്ചിട്ട് കണ്ട സ്ട്രീറ്റിലൂടെ ഇങ്ങനെ നടക്കാം. വെൽക്കം ടു ഡിഫി വ്ളോഗ്സ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ചാലക്കുടിക്കാരൻ. അപ്പൊ നമ്മളിപ്പോ പത്രോക്കി ഹവാലി പോവാണ്. എന്താണ് മെഹനു കണ്ടുപിടിച്ചൊരു സ്ഥലമാണ് ഇവിടുത്തെ. നമുക്ക് അവിടേക്ക് പോവാം. വീണ്ടും ബ്ലോക്കായി. നോക്കിയേ, ഇവിടെ ഓട്ടോറിക്ഷ ആരങ്ങോട്ട് നിർത്തിയിട്ടിട്ടൊക്കെ പോയിക്കണേ റോഡിൽ. നമ്മളെ കൊണ്ടുപോകണം. നോക്കിയേ, ഒരു ഉള്ള ഏരിയയിലൂടെ ചെറിയ റോഡ്. ഇതാണ് പത്തുവാക്കി ഹവേലി എന്ന് പറഞ്ഞ സ്ഥലം. ഹവേലി, പത്തുവാക്കി ഹവേലി എന്ന് പറഞ്ഞ സ്ഥലം നമ്മുടെ ജയ്സൽമീറിലുള്ളതാണ്. നമ്മുടെ ഇവിടെ കുറച്ച് പോലീസുകാരെല്ലാം പറ്റിയിട്ടുണ്ട്. ഭയങ്കര ഫ്രണ്ട്ലി ആണ് കേട്ടോ. നൈസ് ടു മീറ്റ് യു. താങ്ക് യു. അപ്പോൾ നമുക്ക് പത്തുവാക്കി ഹവേലിയിലേക്ക് കിടക്കാം, ഉള്ളിലേക്ക്. എന്ത് കൺസ്ട്രക്ഷൻ ആണല്ലേ മെഹനു. അപ്പൊ നമ്മൾ ഉള്ളിലേക്ക് കേറിയപ്പോഴേ എന്താ ഇതിന്റെ കൺസ്ട്രക്ഷൻ. അപ്പൊ പത്തുവങ്കി ഹവേലിയുടെ ഹിസ്റ്ററി മെഹനു പറയും. ജയ്സൽമേറില് പണ്ട് ഇവിടെ ഒരു മെർച്ചന്റ് ഉണ്ടായിരുന്നു, കുമാൻ ചന്ദ് പട്ടുവ എന്ന് പറയുന്ന ഒരാള്. ആള് ഭയങ്കര സൂപ്പർ റിച്ച് ആണ്. ആളുടെ 5 മക്കൾക്ക് വേണ്ടി 5 ഡിക്കേഡ്സിലായിട്ട് പണിത് തീർത്ത ബിൽഡിംഗ് ആണ് ഇത് മൊത്തം. മാൻഷൻസ് ചെയ്ത് ബിൽഡിംഗ് ഒക്കെ പണിത് കഴിഞ്ഞപ്പോഴത്തേക്കും ആളുടെ കച്ചവടവും കാര്യങ്ങളൊക്കെ പൊളിഞ്ഞ് ഭയങ്കര നഷ്ടത്തിലായപ്പോൾ അവർക്ക് ജയ്സൽമേർ വിടേണ്ടി വന്നു. അപ്പോൾ ഈ ജയ്സൽമേർ വിടുന്ന സമയത്ത് ഈ ബിൽഡിങ്സ് മൊത്തം അവർ കെയർ ടേക്കേഴ്സിനെ ഏൽപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് ഇവർക്ക് അങ്ങനെ തിരിച്ചു വരാൻ പറ്റിയില്ല. അങ്ങനെ കൈമാറി അവസാനം ഒരു കോട്ടാരിയോ ആള് വിലക്കെടുക്കുകയോ സംതിങ് ചെയ്തു. ഇപ്പം ആളുടെ പേരിലാണ് നിലവിൽ ഈ ബിൽഡിങ്സ് മൊത്തം. ഇതിന് വേറൊരു കഥയുണ്ട് കേട്ടോ. അത് പറയപ്പെടുന്നതാണ്, എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഞാൻ ഇവിടെ വായിച്ചിട്ടുണ്ട്. മെഹനു പറഞ്ഞ ആ മെർച്ചന്റില്ലേ, ആ മെർച്ചന്റിന്റെ അടുത്ത് ഒരു വ്യക്തി പറഞ്ഞു, നിങ്ങൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെടില്ല, നിങ്ങൾ ജയ്സൽമീർ വിടണം എന്ന് പറഞ്ഞു. അങ്ങനെ ആൾ ജയ്സൽമീറിലേക്കും പോയി. അവിടെ പോയിട്ട് ഗോൾഡും ഡയമണ്ടും അതിൻ്റെ ബിസിനസ്സൊക്കെ നടത്തി ഭയങ്കര വലിയ കോടീശ്വരനായി. ആ കോടീശ്വരനായിട്ട് തിരിച്ചു വന്നപ്പോഴാണ് ഈ പത്തുവാൻകി ഹവേലി പണിതത്. അത് കഴിഞ്ഞ് ആളിവിടെ സ്ഥിര താമസമാക്കാൻ തുടങ്ങിയ പിന്നെയാണ് ഇവർക്ക് ഈ നഷ്ടങ്ങളും ഇവരുടെ ബിസിനസ്സും കാര്യങ്ങളെല്ലാം പൊളിയുന്നത്. എന്നിട്ട് ഇവർ ഇവിടെ നോക്കിയും പോവും കെയർ ടേക്കേഴ്സിന് ഇതൊക്കെയും കൊടുത്തിട്ട്. പിന്നെ ഇതുവരെയായിട്ടും അവരിവിടെ തിരിച്ചെത്തിയിട്ടൊന്നുമില്ല. മെഹനു രാജസ്ഥാനി ട്രഡീഷണൽ ഫുഡ് കഴിക്കാണ്. അതിലുണ്ട് What is your name? Mehna. Nice name. Very good name. You are very nice name. I am 1 rupee this guy. I am kind, shy. Yes. Umuti no open, okay? Kind, food. Yes, give me money. Fine, wait. Oh. No, give me coins. Give me coins. No? Okay. This. Come on, sit. You? Okay. I am 1 rupee this price. I am quite. Oh. Come sit. Come here. This. Oh. I am 1 rupee this price. I am quite. No problem. You? Yes. No, you. Okay. I am fine. Okay. Good. ഈ പയ്യനെ ഞാൻ പരിചയപ്പെട്ടു. യുവർ നെയിം സാഹിൽ ഖാൻ. ഈ പയ്യന്റെ അടുത്ത് ഞാൻ കുറേക്ക് പറയാൻ ശ്രമിച്ചു. അപ്പൊ ഇവൻ പറഞ്ഞു ഞാൻ പഠിക്കാനൊന്നും പോണില്ല എന്ന് പറയണേ. ഞാൻ പഠിച്ച അതിന് ഉപകാരമൊക്കെ ഉണ്ടാവും പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ ഇവന്റെ കഴിവെന്ന് പറഞ്ഞാൽ അപാരം തന്നെയാണ്. ഭയങ്കര സ്മാർട്ടാണ്.
ഈ വീഡിയോ കണ്ടിട്ട് ഈ പയ്യന്റെ നമ്പറും കാര്യങ്ങളും എല്ലാം എൻ്റെ ഉണ്ട്. എല്ലാവർക്കും TV ഷോയിൽ അവതരിപ്പിക്കണമെങ്കിൽ ബെസ്റ്റ് ഓപ്ഷനാണ്. സൂപ്പർ പയ്യനാണ്. നമ്മുടെ ചോട്ടു നമ്മളെ അവന്റെ വീട്ടിലേക്ക് വിളിച്ചേക്കാണ്. ഇത് നോക്ക്, വേറെ കാഴ്ച. ഇതൊക്കെ ലൈസൻസ് പോലില്ല. Come here. Hi. How are you? അവര് 2-3 ഇംഗ്ലീഷ് അറിയാം. അത് വെച്ചിട്ട് അവർ പട്ടക്കാണ്. സുന്ദരനാ പുള്ളി. എല്ലാരെയും കയ്യിലെടുത്ത് ഇങ്ങനെ നടക്കാം. അപ്പൊ ഇവൻ കാരണം ഇതേ ഇവിടുത്തെ ലോക്കൽ ഏരിയസിലേക്കും വരാൻ പറ്റിയിട്ടുണ്ട്. എന്നിങ്ങനെ നടത്തിക്കുക ഇവന്റെ വീട്ടിലേക്ക്. 2 മിനിറ്റാണെന്ന് പറഞ്ഞ് ഈ ഗോൾഡൻ സിറ്റി എന്ന് പറയുന്നത് കണ്ടില്ലേ, ഇതുകൊണ്ടൊക്കെയാണ്. എവിടെ നോക്കിയാലും ഗോൾഡ് കളറാണ്. എൻ്റെ പൊന്ന് ബിൽഡിങ്സ് മൊത്തം. ഇവന് ഇവിടുത്തെ ഫേമസ് Hello. How are you? ഇവന് ഇവിടുത്തെ ഫേമസ് പേഴ്സണാട്ടോ. ഇവൻ പോണോടത്ത് എല്ലാരും ഹായ് ബായ് ഇതൊക്കെ കൊടുക്കുന്നുണ്ട്. നമ്മളീ പയ്യൻ ഉള്ളിലേക്കൊക്കെ കയറ്റുന്നുണ്ട്. ഗ്രാമപ്രദേശത്തിന്റെ അടിപൊളി പ്രോപ്പർ ഉള്ളിലേക്ക് കയറാണ്. ടൂറിസ്റ്റ് ഏരിയ എല്ലാം വിട്ടിട്ട് വില്ലേജ് ഏരിയയിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. അത് കലിപ്പനാണ്. എടുത്ത പിള്ളേരെല്ലാരും പൈസ വയ്ക്കും നമ്മുടെ അടുത്ത്. ഇടാൻ അപ്പൊ അവൻ വരട്ടും. പിള്ളേരെല്ലാം പൈസ വയ്ക്കുന്ന വരട്ടും. ഈ പയ്യന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. ഒരു ലാംഗ്വേജ് അറിയില്ല, ഒന്നും അറിയില്ല. ഇവനെ വിശ്വസിച്ച് അങ്ങോട്ട് പോവാണ്. അതാണ് യാത്രയുടെ ഒരു പ്രത്യേകത. ചോട്ടൻ അങ്ങനെ അവന്റെ വീടിന്റെ അവിടേക്ക് എത്തി. പൊന്നെ Yeah, I know. അങ്ങനെ ഫൈനലി അവന്റെ വീട്ടിലേക്ക് എത്തി. ഇതാണ് അവന്റെ വീട്. Your house. പാപ്പ അവന്റെ വീട്ടിലേക്ക് അങ്ങനെ എത്തിയിട്ടുണ്ട്. ഇതാണ് ആ പയ്യൻ. യോർ പാപ്പ. I'm Dada. ദാദാ. Yes. അസ്സലാമു അലൈക്കും. യോർ നെയിം? ഇമ്രാൻ. ഇതാണ് അവന്റെ വീട്. വീടിന്റെ അവസ്ഥ എന്നൊക്കെ പറഞ്ഞ പരിതാപകര അവസ്ഥയാണ് കേട്ടോ. അപ്പൊ അത് ഈ കരൺ ജോഹറിന്റെ പരിപാടിയിൽ ഇദ്ദേഹം അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അടിപൊളി. അവസാനം ഞാൻ ഇവരുടെ അടുത്ത് കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോ എനിക്ക് മനസ്സിലായതാണ് ഈ പുള്ളി ഇവന്റെ അങ്കിളാണ്, ഇവന്റെ അപ്പൂപ്പനാണ്, അച്ഛന്റെ അച്ഛനാണ് വരുന്നത്. അപ്പോൾ ഇവരുടെ ഫാമിലി മൊത്തം മാജിഷ്യൻസ് ആണ്. അപ്പൊ ആ ചാച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ മാജിക്കിന്റെ മാസ്റ്ററാണ്. അദ്ദേഹം ഇപ്പൊ പാരലൈസ് ആയി, ആൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇദ്ദേഹം വേറെ ലെവല് മനുഷ്യനാണ്. ഇദ്ദേഹം കരൺ ജോഹറിന്റെ പരിപാടിക്കൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ വീഡിയോസ് എനിക്ക് കാണിച്ചു തന്നു. ഇതെന്റെ മുത്താണ്. ഇവനാണ് എനിക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്നേ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നെ. ഈ ഒരു കാര്യം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ കഥ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ചെറിയ ഈ പിള്ളേർ ആരും പഠിക്കാൻ പോകണില്ല. ഇവർക്ക് എഡ്യൂക്കേഷൻ ഇല്ല. ഇവിടെ ടീച്ചേഴ്സ് ഇല്ല, ഒന്നുമില്ല, ഒരാളില്ല. എഡ്യൂക്കേഷൻ്റെ ഇമ്പോർട്ടൻസ് ഇവർക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ ആരുമില്ല. ഇവനൊക്കെ എന്ത് സ്മാർട്ടാണെന്നറിയോ. ഇവൻ എഡ്യൂക്കേറ്റഡ് ആയി കഴിഞ്ഞാൽ ഇവൻ്റെ ലെവൽ എന്ന് പറഞ്ഞാൽ വേറെ ലെവലിലേക്ക് ഇവനെത്തും. എനിക്ക് വീഡിയോ ചെയ്യാനേ മാത്രം പറ്റുള്ളൂ. എനിക്ക് ഇതിന് കൂടുതൽ എനിക്കൊന്നും ചെയ്യാനുള്ള ഒരു അധികാരം ഒന്നുമില്ല. ഉണ്ടെങ്കിൽ ഞാൻ ചെയ്തേരെ. ഞാൻ യാത്ര ചെയ്യുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാം. ഏറ്റവും കൂടുതൽ എനിക്ക് ടൂറിസ്റ്റ് ഏരിയനേക്കാൾ കൂടുതൽ ഇഷ്ടം ഇതുപോലത്തെ ആൾക്കാർ, ഇതുപോലത്തെ ജീവിതങ്ങൾ കാണുമ്പോൾ ഇതിൽ നിന്ന് കുറേ പഠിക്കാണ്ട് എന്തൊക്കെയും എനിക്ക് ജീവിതത്തിൽ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നലുണ്ട്. ഇതൊക്കെയും കാണുമ്പോഴാണ് എനിക്ക് ജീവിതത്തിൽ ഉയരാനും തോന്നുന്നത്. എനിക്ക് എന്തെങ്കിലും ആവണം, എന്തെങ്കിലും എനിക്ക് ഈ നാടിനോട് ചെയ്യണമെന്ന് എനിക്കുള്ള ഒരു ഫയർ ഉണ്ടാവണേ. എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് ഇവിടെ എനിക്ക് അൺഎക്സ്പെക്റ്റഡ് ആയി എത്താൻ പറ്റിയതിൽ. താങ്ക് യു ബ്രോ. താങ്ക് യു വെരി മച്ച്. ഞങ്ങൾക്ക് ചായ കൊണ്ടുവന്നു കേട്ടോ. ഇവിടേക്ക് എല്ലാവരും പരിചയപ്പെടാൻ പറ്റി. കുറേ കാര്യങ്ങൾ ഞാൻ ഇവരിൽ നിന്ന് അറിഞ്ഞു. അതിൽ ഭയങ്കര സന്തോഷമുണ്ട്, സങ്കടമുണ്ട്. സത്യം പറഞ്ഞ സങ്കടമുണ്ട്.
ഇതാണ് ഇവരുടെ വീട് വരുന്നത്. ഇവരുടെ വീടിൻ്റെ അവസ്ഥ ഒന്ന് നോക്കി നിങ്ങൾ. എന്താ അവസ്ഥ, ഇങ്ങനെയാണ് ഇവർ ജീവിക്കുന്നത്. ഇവൻ്റെ അച്ഛനും അമ്മയ്ക്കും ജോലിയില്ല, അതുകൊണ്ടാണ് ഇവനാണ് പണിയെടുത്ത് എൻ്റെ അച്ഛനും അമ്മേനും പോറ്റുന്നത്. അവരുടെ പിള്ളേരെ സ്കൂളിലേക്ക് വിടാത്തത് എന്തുകൊണ്ടാന്ന് ഞാൻ ചോദിച്ചു. സ്കൂളിലേക്ക് വിടുമ്പോൾ എത്ര രൂപ നിങ്ങൾക്ക് ഫീസ് വരും എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു ഇവിടെ ഫീസ് ഭയങ്കരമാണ്, നമുക്കതൊന്നും താങ്ങാൻ പറ്റില്ല, അവർക്ക് കൃത്യമായിട്ട് അറിയില്ല. രണ്ടാമത്തെ പറഞ്ഞു, ഞാൻ പറഞ്ഞു സർക്കാർ സ്കൂളിൽ അവിടെ ഫ്രീ അല്ലേ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് കേൾക്കണം. കേരളത്തിൻ്റെ മഹത്വം മനസ്സിലാക്കണമെങ്കിൽ ഇതൊന്നും നോക്കിയാൽ മതി. അവിടെ സ്കൂളിൽ ടീച്ചേഴ്സ് ഉണ്ട്, ഒരു ടീച്ചർ എങ്ങാനുണ്ടാവും, അവർ 1 മണിക്കൂർ എങ്ങാനും പഠിപ്പിച്ചു. എന്നിട്ട് ഈ പിള്ളേരുടെ അടുത്ത് പോയി കളിച്ചോളാൻ പറയും. കളിക്കുമ്പോൾ ഈ പിള്ളേർ കൊണ്ടുപോയി തമ്മിലിടിക്കുമ്പോൾ ടീച്ചർമാരെ ഒന്ന് വടിയെടുത്ത്, അതായത് ഒലക്ക പോലത്തെ വടിയെടുത്ത് നല്ല പെട്ടപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ഇവർ പിന്നെ പോവാതെയാവും. ഇവർക്ക് റെസ്പെക്റ്റ് എന്താണ്, അതൊന്നും പഠിപ്പിച്ചു കൊടുക്കാത്ത ടീച്ചേഴ്സാണെന്നാണ് ഇവർ പറയണത്. പൈസ ഉള്ളവന് ഇവിടെ പഠിക്കാം, പൈസ ഇല്ലാത്തവന് പഠിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഉള്ള അവസ്ഥയിൽ ജീവിക്കുന്ന പിള്ളേരാണ് ഇവർ മൊത്തം. ചോട്ടുവിന് ഭക്ഷണം വേണമെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പം ചോട്ടുവിന് ഫുഡ് വാങ്ങിച്ചു കൊടുക്കാം. ആട്ടാന്നൊക്കെ പറയുന്നുണ്ട്, എനിക്ക് എന്താണെന്നറിയില്ല. ഇവനെ എങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവൻ്റെ വീട്ടിലേക്ക് ആട്ട വേണമെന്ന് പറഞ്ഞിട്ട് ഇവന് വേണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വാങ്ങിച്ചു കൊടുത്തതാണ്. അപ്പോൾ എനിക്കറിയില്ല എന്താണെന്ന്. അവന് ആട്ടാന്ന് പറയുന്നുണ്ട്. അപ്പോൾ 10 കിലോ ഗോതമ്പ് അവന് ചപ്പാത്തി കഴിക്കാൻ വേണ്ടി. ഇവർ പറഞ്ഞ ഒരു കാര്യമുണ്ട് കേട്ടോ, അതായത് ഞാൻ മതമോ ജാതിയോ ഒന്നും പറയുന്നതല്ല, കേരളത്തിലെ ഇപ്പോഴത്തെ അവസ്ഥ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗമാണ് നമ്മുടെ കേരളം. ഇവർ പറയുന്നത് കേൾക്കണം. ഇവർ മുസ്ലിം ബാക്ക്ഗ്രൗണ്ടുള്ളവരാണ്, മുസ്ലിംസാണ്. അവരുടെ ചുറ്റിനും വേറെ മതത്തിലുള്ള ആൾക്കാർ പെട്ടതാണ്. സ്കൂളിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിപ്പോൾ കൊണ്ട് വിടുകയാണെങ്കിൽ തന്നെ അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പേരെന്താ ഇമ്രാൻ, ഇപ്പോൾ മുസ്ലിമാണെന്ന് ചോദിക്കും. മുസ്ലിമാണെങ്കിൽ നീ ബാക്കിൽ പോയിരിക്കും, നീ അവിടെ പോയിരിക്കും, ഇവിടെ പോയിരിക്കുന്നത്. കേരളത്തിൽ ഇങ്ങനത്തെ ഒരു അവസ്ഥയും കാര്യങ്ങളൊന്നുമില്ല. അതാണ് കേരളത്തിൻ്റെ പ്രത്യേകത. റിയലി ഗോഡ്സ് ഓൺ കൺട്രി. അത് കേരളത്തിനെ കുറിച്ച് മോശം പറയുന്ന വ്യക്തികൾ ട്രാവൽ ചെയ്യാത്ത ആൾക്കാരാണ്. ഒരു രാഷ്ട്രീയ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി കേരളത്തിനെ വളച്ചൊടിക്കുന്നത് വളരെയധികം മോശമാണ്. അവർ റിയാലിറ്റി കാണാതെ പറയുന്നവരാണ്. ഇതൊക്കെ വീടുകളിലെ വളരെ സ്ട്രക്ചറും കാര്യങ്ങളും. ഏറ്റവും പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ചാണകം കേട്ടോ. ഇവിടെ മൊത്തത്തിൽ ചാണകം നോക്കിയാണെങ്കിലും ചാണകത്തിൽ ചോട്ടും. ഞങ്ങൾ നടക്കുന്ന വഴി ഒരു ടൂറിസ്റ്റ് ഏരിയ ഒന്നുമല്ല, ഇത് ഇവിടുത്തെ ലോക്കൽസ് താമസിക്കുന്ന ഒരു ഏരിയ ആണ്. ആ വഴി കൂടിയാണ് ഞങ്ങൾ നടക്കുന്നത്. ഇത് മൊത്തത്തിൽ വേറെ തന്നെ ഒരു ലെവലാണ്. ശരിക്കും ഇതൊക്കെയും കാണുമ്പോഴാണ് മനസ്സിലാവണേ ഇന്ത്യ പണ്ട് എത്രത്തോളം റിച്ച് ആയിരുന്നു എന്ന്. അമ്മാരി സാധനങ്ങൾ പണിത് വെച്ചേക്കാം. ഈ റോട്ടിൽ കൂടെയൊക്കെയും ഓട്ടോറിക്ഷയും കാര്യങ്ങളെല്ലാം പോകേണ്ടത് കാണാൻ പറ്റും കേട്ടോ. സംഭവം എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു പണ്ടത്തെ ബിൽഡിങ്ങാണ് ഇത് മൊത്തം. അപ്പോൾ പണ്ട് കുറയ്ക്കും റീവർക്കും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. പണ്ട് ചിലപ്പോൾ രാജാക്കന്മാരുടെ സമയത്ത് ഈ വഴി കുതിരകൾ മാത്രം പോകണ്ടാവുള്ളൂ, അതുകൊണ്ടായിരിക്കും ഇങ്ങനത്തെ റോഡുകൾ. ഒരു ചെറിയ റോഡ്, ഒരാൾക്ക് കഷ്ടിച്ച് പോകാൻ പറ്റുന്ന ഒരു റോഡ് മാത്രമാണ് ഇവിടെ പണിത് വെച്ചേക്കണേ. നമ്മൾ ഏതൊക്കെയോ വഴി പോകുന്നുണ്ട്, പക്ഷേ ഇതൊരു വലിയൊരു എക്സ്പീരിയൻസ് അല്ല വേനോ. ഒരു നല്ല അടിപൊളി എക്സ്പീരിയൻസ്. പല കാര്യങ്ങൾ കാണാൻ പറ്റി ഈ യാത്രയിൽ, കുറേ അറിയാൻ പറ്റി. ഞങ്ങൾ ഗൂഗിൾ മാപ്പ് വെച്ചിട്ട് കണ്ട സ്ട്രീറ്റിലൂടെ ഇങ്ങനെ നടക്കാം. ഇതൊന്നും ആരില്ല, ഒരു ഫോറിനേഴ്സും പോലില്ല. അത് നമ്മുടെ ഇത് ജയ്സൽമേർ ഫോർട്ട്. ഇവിടെ പ്രോപ്പർ ഒരു ഡ്രൈനേജ് സിസ്റ്റം ഒന്നുമില്ല. ഇതൊരു ഇടുങ്ങിയ റൂട്ട് ഇവിടെ, പക്ഷെ ഒരു വൃത്തി, അത് മീൻസ് അവരുടെ ബിൽഡിംഗ് ഒക്കെ ഒരു വൃത്തിയുണ്ട്. ബോംബെയിലേക്ക് പോകുമ്പോൾ ധാരാവി പോണ ഒരു ഇതുപോലത്തെ ഒരു ഫീൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്.